ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് രാവിലെ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ എടുക്കാൻ വിട്ടുപോയി തിരക്കിൽ. സാമ്പാർ പരിപ്പില്ലാണ്ട് കടലമാവ് കലക്കി ഒഴിച്ചിട്ടുള്ള ഒരു പ്രത്യേക സാമ്പാറായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനി കോൺഫിഡൻസ് ആയതിന് ശേഷം ഞാനിനി വേറൊരിക്കൽ കാണിച്ചു തരാം കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സാമ്പാറാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്ന് ദേ രണ്ട് പേരുടെയും സ്നാക്ക് ബോക്സ് ഇതേ ഒരുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. രണ്ട് പേർക്കും രണ്ട് തരം സാധനങ്ങൾ തന്നെയാണ്. അതിൽ നൂഡിൽസ് മാത്രമേ കോമൺ ആയിട്ടുള്ള സാധനങ്ങളുള്ളൂ. കാരണം ഞാൻ പറയാറുണ്ടല്ലോ, രണ്ട് പേർക്കും രണ്ട് ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സാധനങ്ങളൊക്കെ ദേ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാൾക്കും ഭക്ഷണം കൊടുത്ത് കുളിപ്പിച്ച് വിടണം എന്നുള്ളതാണ് ടാസ്ക്. പാച്ചു എൻ്റെ കൂടെ എണീറ്റിട്ടുണ്ടായിരുന്നു. തോമു എണീറ്റിട്ടില്ല. തോമു നല്ല ഉറക്കത്തിലാണ്. ഇന്നലെ അവർ വന്നിട്ട് പിന്നെ കുറേ ലേറ്റായിട്ടാണ് തോമു ഉറങ്ങിയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ എണീക്കാൻ എന്തായാലും മടിയായിരിക്കും. പാച്ചു തേയിലില്ല അമ്മയുടെ പുറകെ ചാക്കോച്ചൻ്റെ കൂടെ ഓടി നടക്കുമായിരുന്നു. അങ്ങനെ ഒരു 8:45 ആയപ്പോഴത്തേക്കും ഞങ്ങൾ പതുക്കെ മുകളിലേക്ക് കയറി തോമുനെ വിളിക്കാൻ പോയി. സ്കൂളിൽ പോണ്ടേ? തോമുൻ്റെ ഈ കിടപ്പ് കാണുമ്പോൾ കറക്റ്റ് എനിക്ക് ഡോൺ ചേട്ടനെയാണ് കേട്ടോ ഓർമ്മ വരിക. പണ്ട് മുതൽ ഞാനാണ് ഡോൺ ചേട്ടനെ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാൻ പോവാറ്. അപ്പോൾ ഡോൺ ചേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എണീറ്റാലും നമ്മളിങ്ങനെ വിളിക്കണതും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഡോൺ ചേട്ടനെ ഞാൻ ഇങ്ങനെ ഉറക്കത്തിൽ ഇറിറ്റേറ്റ് ചെയ്യും. ഡോൺ ചേട്ടൻ ഉണർന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കണ്ണടച്ച് ചിരിച്ച് കിടക്കും. ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉറക്കത്തിൽ നിന്ന് അങ്ങനെ ഞാനിങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതേ കറക്റ്റ് പോലെ തോന്നി എനിക്ക്. തോമു ഈ കിടപ്പ് കിടക്കണം കണ്ടപ്പോൾ കേട്ടോ. ചേട്ടനും ഈ ഒരു സ്റ്റൈലിൽ തന്നെ ഇങ്ങനെ കമ്മിന്നിട്ടാണ് ഇങ്ങനെ കൈയൊക്കെ വെച്ച് കിടക്കുക. എന്നിട്ടൊരു ചിരിയുണ്ട്. അങ്ങനെ ഒരു കണക്കിനാണ് തോമുവിനെ കുത്തിപ്പൊക്കിയത്. എണീറ്റപ്പോൾ ഉടനെ ഡോൺ ചേട്ടനെയും ഡിവൈനെയും ചോദിച്ചൊന്ന് കരഞ്ഞു. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. രണ്ടുപേരെയും കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ശരിക്കും പതിവിലും നേരത്തെ റെഡിയായി കേട്ടോ. അപ്പോൾ അവരവിടെ സെറ്റിലിരിക്കുന്ന നേരം കൊണ്ട് ഞാൻ വേഗം നമ്മുടെ ഗോവയ്ക്കൊപ്പേരി ഒന്ന് സെറ്റാക്കി എടുത്തു. അപ്പോഴേക്കും എല്ലാവരും പുറത്തേക്ക് പോയി. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വിട്ടേക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പിടിച്ചിരുത്തിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഓടി ബഹളം വെച്ച് വേർക്കും എന്നല്ലാണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡാഡിയുടെ അടുത്ത് നേരത്തെ ആയാലും കുഴപ്പമില്ല കൊണ്ടുവിട്ടോളാം പറഞ്ഞിട്ട് വിടുവാണ് സ്കൂളിലേക്ക്. അമ്മ ഡ്രസ്സ് മാറിയിട്ട് വരില്ലേ? ഇത് ഞാൻ മിക്കപ്പോഴും അവരുടെ കൂടെ പോവാറുണ്ടല്ലോ. അപ്പോൾ ഞാനിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാശൊരു കരച്ചിലും കിണിക്കവും. അപ്പോൾ കരഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. എനിക്ക് പോകാൻ എന്നൊരു മൂഡുണ്ടായിരുന്നില്ല. മാത്രമല്ല എനിക്ക് കുറച്ച് പണികൾ അത്യാവശ്യമായിട്ട് തീർക്കേണ്ടതുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സ് മാറി പോകാൻ മടിയും. അപ്പോൾ അങ്ങനെ അവർ പോയി. കിച്ചണിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കുകയാണ്. പ്ലാസ്റ്റിക് പെറുക്കാൻ ഒരു ചേച്ചി വന്നത്. അപ്പോൾ ഞാൻ എത്രയോ മാസങ്ങൾ മുമ്പ് കെട്ടിവെച്ച കുറേ പ്ലാസ്റ്റിക് ടോയ്സ്, കേടായ ടോയ്സ് കേട്ടോ. തോമുവിൻ്റെ എനിക്ക് ഒരു വയസ്സൊക്കെയുള്ള സമയത്ത് ആ പ്ലേ പെന്നിൻ്റെ ഉള്ളിൽ കുറേ ടോയ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പലതിനും വീലില്ല, അതിൻ്റെ ബോഡി ഇല്ല, കേടായ സാധനങ്ങൾ. കുഞ്ഞിലത്തെ കുറേ കേടായ പ്ലാസ്റ്റിക് ടോയ്സ് ഉണ്ടായിരുന്നു. പിന്നെ പ്ലാസ്റ്റിക് കുപ്പികൾ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൊണ്ടുപോകാൻ ആൾക്കാരില്ലാത്ത കാരണം അവിടെ സ്ഥലമെനക്കെടായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ചേച്ചി വന്നപ്പോൾ ഞാൻ പിടിച്ച് നിർത്തി. ശരിക്കും ആ ഒരു ഹാളിലത്ത് വലിയൊരു സ്പേസ് കാലിയായി എന്ന് തന്നെ പറയാം. ഈ ഒരു വലിയ സഞ്ചിയായിരുന്നു. അപ്പോൾ അങ്ങനെ തിരയാൻ വേണ്ടിയിട്ട് ഇതിലിട്ടു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ കുറച്ച് നല്ല ടോയ്സ്, അതായത് നല്ലതെന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞതാണ്. എന്നാലും ഇവരുടെ സ്വഭാവത്തിന് ഇപ്പോൾ ഒന്ന് കളിക്കാൻ കൊടുത്താലും കുഴപ്പമില്ലാത്ത ടോയ്സ് അതിൽ നിന്ന് ഞാൻ പെറുക്കിയെടുത്തു. അപ്പോൾ ഒരു 2 കാറും കുറച്ച് വലിയ കാറും ഒരു ആംബുലൻസൊക്കെ ഇട്ടു. ഫുൾ ഡാമേജ്ഡാണ്, എന്നാലും കുഴപ്പമില്ല. ഇവിടെ കോമൺ ആയിട്ട് ഇരുന്ന് കളിക്കുമ്പോൾ രണ്ടാളും കളിച്ചോളുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ അതിൽ നിന്ന് പെറുക്കിയെടുത്തു. ബാക്കി നമ്മുടെ ബാക്കി മറ്റേ നെസ്റ്റോന്ന് വാങ്ങിക്കുന്ന കണ്ടെയ്നറുകൾ, ഷാമ്പൂവിൻ്റെ കുപ്പികൾ, ഡിറ്റർജൻറ്റിൻ്റെ കുപ്പികൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇരിക്കുമായിരുന്നു കേട്ടോ. എത്രയോ മാസത്തെ സാധനമാണ് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ പെറുക്കിയിട്ട് കൊടുത്തു.
പിന്നെ എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഈ ചേച്ചിയുടെ പേരക്കുട്ടി ഭർത്താവും മോളുടെ ഒരു മോനും കൂടിയിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ നിന്ന് ഞാനെടുത്ത നല്ല ടോയ്സ് 1-2 ആ കൊച്ചിന് കളിക്കാനായിട്ട് കൊടുത്തു. ഒരു കറക്റ്റ് പാച്ചുരി തോമുൻ്റെ ഒക്കെ ഒരു പ്രായത്തിലുള്ളൊരു മോനായിരുന്നു. 3 വയസ്സെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും തോമുൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്നൊരു മോനായിരുന്നു. അപ്പോൾ അവന് ഇതിൽ നിന്ന് നല്ല ടോയ്സ് നോക്കിയിട്ട് കൊടുത്തു. ഞാൻ എടുത്ത് മാറ്റിയതിൽ നിന്ന് നല്ലത് കൊടുത്തു. പിന്നെ ബിസ്ക്കറ്റും ലോലിപോപ്പ് അങ്ങനെ എന്തോ മമ്മി കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല സമ്പ്രദായമുള്ളൊരു ചേച്ചി. അപ്പോൾ എല്ലാ മാസവും ഇതുപോലെ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചീനെ വിട്ടത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. ഈ ചേച്ചിയുടെ മോള് വേറൊരു റൂട്ടിൽ പോയിരിക്കുകയാണ് അത്ര. അപ്പോൾ മോൾക്ക് മോനെ വെച്ചുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പാപ്പനും അമ്മാമ്മയും കൂടിയിട്ട് ആ കൊച്ചുമോനെയും കൊണ്ട് വന്നിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവരുടെ ജോലി ഇതാണെന്ന് മാത്രം. അപ്പോൾ ഇവർക്കാണെങ്കിൽ നമ്മൾ ഈ ടോയ്സും കൊച്ചിന് മിഠായിയൊക്കെ കൊടുത്തപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോഴേക്കും ഡാഡി അവരെ കൊണ്ടുവന്നാക്കി തിരിച്ചെത്തി. അപ്പോൾ പാച്ചു ഇറങ്ങുമ്പോഴും എന്നെ ചോദിച്ചു കരഞ്ഞു എന്നാണ് പറഞ്ഞത്. അവന് പോയി കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. അപ്പം ഞാനൊന്ന് കൊണ്ടിറക്കണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ പോവാത്ത കാരണമുള്ള ഒരു മൂഡ് ഔട്ട് അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ശീലിക്കട്ടെ. കാരണം ഞാൻ എപ്പോഴും അവൻ്റെ പിന്നാലെ നിന്ന് അത് യൂസ്ഡ് ആയിട്ട് ഇപ്പം ഞാനൊന്ന് നീങ്ങിയാൽ അവന് ഒരു പ്രശ്നമാണ്. ഇപ്പം മുമ്പെന്നൊക്കെ പറഞ്ഞാൽ ഞാനില്ലെങ്കിലും എല്ലാവരുടെയും കൂടെ നിൽക്കുന്നു പൊക്കോളും എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാനായിട്ട് ഇച്ചിരി ഓവർ അറ്റാച്ച്മെൻറ്റാണ്. എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, എൻ്റെ ഒരു നിഴൽ നോക്കിയിട്ടേ നടക്കുകയുള്ളൂ എന്നുള്ളൊരു രീതിയായി. അപ്പോൾ അത് പൊക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ മനഃപൂർവ്വം ഇന്ന് പോകാണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി പോകാൻ ഒരു മടിയും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ചേച്ചിയൊക്കെ പോയി കഴിഞ്ഞ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വിനാഗിരി ഇട്ട് വെച്ച മാന്തലായിരുന്നു കറി വെച്ചത്. പിന്നെ ഗോവയ്ക്ക ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോമു പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യെല്ലോ ചിക്കൻ വേണമെന്ന്. അതായത് ബ്രോസ്റ്റഡ് ചിക്കനെയാണ് ഇവൻ യെല്ലോ ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇത് നാളത്തേക്കുള്ള അയലക്കൂട്ടാനാണ്. നാളികേരമൊക്കെ പിഴിഞ്ഞ് നമ്മുടെ മാങ്ങ ഇട്ടിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നല്ല പുളിയൊക്കെ പിടിച്ച് എനിക്ക് മീൻകറിയൊക്കെ പൊതുവേ തലേന്ന് വെച്ച് വെക്കാനാണ് ഇഷ്ടം. അപ്പോൾ ആ പുളിയൊക്കെ പിടിച്ച് ഇറങ്ങി കഴിക്കാൻ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അല്ലാണ്ട് പഴകിയ ഭക്ഷണമായിട്ട് ഞാൻ അതിൽ കൂട്ടാറില്ല. പിന്നെ കടല കുതിർക്കാനിട്ടിട്ടുണ്ട്. മുട്ട പൊരിക്കാനുള്ള സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി അലക്കാനുണ്ടായിരുന്നു വെച്ചാൽ മെഷീനിലിട്ടിട്ടുണ്ടായിരുന്നു. അത് ഫുൾ തോരയിട്ടു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ ഓടി നടന്ന് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. പക്ഷേ എനിക്ക് സ്റ്റാൻഡ് വെച്ച് എടുക്കാനുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് സ്പീഡായിട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ഫോൺ യൂസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാട്ടൊക്കെ വെച്ചിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ പെട്ടെന്ന് പണി തീരും. പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ ആയിട്ട് നിൽക്കുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ടായി തോന്നുന്ന കാരണം അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ പണികളൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് എത്തി നമ്മുടെ സഖാക്കൾ. എന്ത് അയ്യോ എന്ത് പറ്റിയേ ആണോ വരുന്നില്ലേ? എന്നാ വണ്ടി കിടന്ന് ഉറങ്ങിക്കോ. ബാ ഞാൻ പോട്ടെ, ഡോർ അടച്ചിട്ട്. ഞാൻ പിക്ക് ചെയ്യാൻ പോവാത്ത ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ സഖാവ് വരിക. അവൻ കിടന്ന് ഞാൻ വരണ വരെ അവിടെ കിടക്കും. ഞാൻ വന്നിട്ട് അവൻ എണീക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പിക്ക് ചെയ്യാൻ പോവാണെങ്കിൽ ഭയങ്കര ഉഷാറായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാച്ചുവിൻ്റെ ഇപ്പോഴത്തെ ഒരു രീതി കേട്ടോ. തോമു വന്നിട്ട് ചാക്കോച്ചനെ ഒന്ന് കാണാൻ പോയതാണ് മുകളിലേക്ക്. അവിടുന്ന് പിന്നെ എന്തോ ടോയ്സൊക്കെ എടുത്ത് വന്നപ്പോഴാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള വേറെ പഴയ കുറച്ച് ടോയ്സ് കണ്ടപ്പോൾ അതിൻ്റെ പുറകെ കുറച്ച് നേരം രണ്ടാളും പോയി. ഞാൻ ആ നേരം കൊണ്ട് പെട്ടെന്ന് രണ്ടുപേരുടെയും ലഞ്ച് ബോക്സൊക്കെ ക്ലീൻ ചെയ്തു, ചോറ് ഊറ്റി വെച്ചു. ലീലാമാൻഡി കറക്റ്റ് 1 മണി 1:15 ആകുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കുന്ന ആളാണ്. അപ്പോൾ അപ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ടോണി അപ്പാപ്പൻ പുറത്തേക്ക് പോകുന്നത് കണ്ടത്. ഡാഡി കണ്ട അപ്പം ഇവനും പോകണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 2 വീലറിലാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് പോകാൻ. പക്ഷെ നട്ടുച്ച നേരം ആയത് കാരണം ഡാഡിയുടെ കൂടെ വിടാൻ പറ്റില്ല. അപ്പം ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. തല ചൂടായി അമ്മയ്ക്ക് അവിടെ ഉണ്ട്.
അങ്ങനെ ടോണിയപ്പാപ്പം പോയി. അതിൻ്റെ സങ്കടത്തിൽ പാശുത നെഞ്ചത്തടിച്ച് കരഞ്ഞ് പിന്നാലെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം ഗേറ്റുമ്മ പിടിച്ച് നോക്കി നിൽക്കും. ടോണിയപ്പാപ്പാന്ന് വിളിച്ചിട്ട് നോക്കി നിൽക്കും. അപ്പം ഞങ്ങളിത് അങ്ങനെ എൻകറേജ് ചെയ്യാറില്ല കേട്ടോ. എപ്പോഴും ഡാഡിയുടെ കൂടെ വിടാൻ ഞങ്ങൾ എൻകറേജ് ചെയ്യാറില്ല. അവനോട് പറയും ഈ സമയത്ത് പോകാൻ പറ്റില്ല, ഈവനിങ് ആണെങ്കിൽ പോവാം എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴൊക്കെ മിണ്ടാണ്ട് നിൽക്കാറുണ്ട്. ഇന്ന് പക്ഷെ ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിന്നില്ല. കാരണം അവൻ മനസ്സിലാക്കണമല്ലോ, എപ്പോഴും ഒരേ കാര്യത്തിന് വാശി പിടിക്കാൻ പാടില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും ലഞ്ച് ബോക്സും അവരുടെ വാട്ടർ ബോട്ടിലൊക്കെ വാഷ് ചെയ്ത് വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് രാത്രി വയ്ക്കാനുള്ള കടല ഉപ്പേരിയാണ്. ചോറ് റെഡി, എല്ലാം റെഡി, കൂട്ടുകാരികളൊക്കെ റെഡി. മമ്മിയാണ് ചിക്കൻ വറുത്തത് കേട്ടോ. ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ആ നേരം കൊണ്ട് ഞാൻ പാച്ചുവിനെയും തോമുനെയും ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ പോയതാണ്. രണ്ടുപേരും സ്കൂളിൽ നിന്ന് വന്നപ്പോൾ നല്ല വിയർത്തൊലിച്ച് ഒട്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചാക്കോച്ചിനെയും കുളിപ്പിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഇവന്മാർക്ക് ഭക്ഷണം കൊടുത്ത് എനിക്ക് പ്രാന്തായി. പാച്ചുനും തോമനും രണ്ടാളും ഒന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല. അതിനു വേണ്ടി ചാക്കോച്ചൻ എന്ത് കൊടുത്താലും കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചാക്കോച്ചന് ഭക്ഷണം കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ആ ചോറ് നെയ്യൊക്കെ കൂട്ടി കൊടുക്കുന്നത് മിണ്ടാണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാച്ചുവിനെ ഉറക്കാൻ കയറ്റി. പതിവ് പോലെ തോമു ലീലമ്മയുടെ കൂടെ മുകളിൽ ചാക്കോച്ചനും കൂടി ഉറങ്ങുമായിരുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞ് സന്ധ്യ ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പം അമ്മാമ്മ നടക്കാൻ ഇറങ്ങിയേക്കാണ്. അമ്മാമ്മയുടെ നടത്തം കണ്ടാൽ ചിരി വരും. ഭൂമിക്കാണോ വേദന എടുക്കുക എന്നുള്ള രീതിയിലാണ് മമ്മി നടക്കുന്നത് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഒന്ന് നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളതേ കമ്പനി ചെയ്യുകയാണ്. അപ്പോൾ ഡാഡി ആ സമയത്ത് ഈ ടൈൽസിൻ്റെ ഇടയിലൊക്കെയുള്ള പുല്ലൊക്കെ പറിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനത് പർപ്പസ്ഫുള്ളി ആ വീഡിയോ എടുത്തത് തന്നെയാണ്. ഡാഡിയെ സംബന്ധിച്ച് പണ്ടും ആണെങ്കിലും അത് ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് മെയിലീഗോ ഇല്ലാണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം പലർക്കും ഒരു കുറച്ചിലായിട്ട് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. നമ്മളുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ജെൻഡർ ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളും കൂടിയിട്ടോ, പുല്ല് പറിക്കാൻ ഞങ്ങളും കൂടിയിട്ടുണ്ടായിരുന്നു, പിള്ളേരും കൂടിയിട്ടുണ്ടായിരുന്നു. പിള്ളേർ മണൽ വരെ തിക്കി എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതൊക്കെയായിരുന്നു അംഗം വിട്ട്. പെണ്ണങ്ങി നിൽക്ക്, ഡയന നിൽക്ക്. ഡയന കുറുമ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഈ ഒരു പ്രായമായപ്പോഴാണ് എന്താണ് കുറുമ്പ് എന്ന് കറക്റ്റായിട്ട് മനസ്സിലായത് കേട്ടോ. സമയമുണ്ടെങ്കിൽ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്, നല്ല എൻ്റർടൈൻമെൻറ്റാണ്. ചില സമയത്ത് നമുക്ക് തലയ്ക്ക് ഓളം വരുമെന്ന് മാത്രം. കൂടെ നിൽക്കണം ഇടയിൽ ഒരാൾ, അത്രയേ ഉള്ളൂ. അങ്ങനെ ചാക്കോച്ചനും ലീലമാമയും താഴത്തേക്ക് വന്നു. സത്യം പറഞ്ഞാൽ ലീലമാമയ്ക്ക് ഇവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും ഇടയ്ക്ക്. നമുക്കിത് കണ്ട് ശീലമായ കാരണം കുഴപ്പമില്ല. പക്ഷെ ലീലാൻ്റിക്ക് പെട്ടെന്ന് ഇവർ തലകുത്തി മറിയുക, മറ്റേ ഇവിടുന്ന് ജനലേമ കയറി ചാടുമൊക്കെ കാണുമ്പോൾ ലീലമാൻ്റിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പറഞ്ഞു പേടിക്കേണ്ട, ഇതൊക്കെ നമുക്കിവിടെ ശീലമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കേട്ടോ. അപ്പോൾ അങ്ങനെ വീണ്ടും ചാക്കോച്ചനെ മുകളിലേക്ക് കൊണ്ടുപോയി. കാരണം ഇവരുടെ കൂടെ നിർത്താൻ പറ്റില്ല, ഇവർ പ്രാന്തന്മാരാണ്. ഭക്ഷണമൊക്കെ കൊടുത്തു രണ്ടാൾക്കും. പിന്നെ ബുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു. അങ്ങനെ ഞാൻ ബുക്ക് കൊടുത്തപ്പോൾ ബുക്ക് കീറി കളിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേഗം പോയിട്ട് മുട്ട പൊരിച്ചു നമുക്ക് കഞ്ഞിക്ക് കുടിക്കാനായിട്ട്. ഇത് കുറച്ച് 2 ദിവസമായിട്ട് കഞ്ഞിയാണ് കുടിക്കുന്നത്. മമ്മിയോടും ഡാഡിയോടും കഞ്ഞി കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്, ഷുഗർ ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് രാത്രി. പക്ഷേ 2 ദിവസമായിട്ട് കഞ്ഞിയാണ് കുടിക്കുന്നത്. അങ്ങനെ ആയപ്പോഴത്തേക്ക് എത്തി തോമുവിൻ്റെ അപ്പനും അമ്മയും. ഇന്ന് കുറേ ലേറ്റായിട്ടോ വരാനായിട്ട്. അമ്മേൻ്റെ അടുത്തേക്ക് ഡിവൈൻ പുറത്ത് പോയിട്ട് വന്നാൽ ഇവർക്ക് ഉറപ്പാണ് എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടാവും എന്നുള്ളത്. പതിവ് തെറ്റിച്ചില്ല. ഇന്നും അവർക്കുള്ള സർപ്രൈസും കൊണ്ട് തന്നെയാണ് വന്നത് കേട്ടോ. അപ്പോഴത്തേക്കും ലീലമാൻ്റിക്ക് വേഗം കഞ്ഞി കൊടുത്തു. പൊതുവേ നേരത്തെ കഴിക്കുന്നതാണ്, പക്ഷെ ഇന്ന് കുറേ ലേറ്റായി. കഞ്ഞി, മുട്ട പൊരിച്ചത്, ഉപ്പേരി, മീൻകറി, ഇത്രയായിരുന്നു. അത് കഴിഞ്ഞ് ധ്യാനത്തിന് പോയതിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ കയറുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായി. പാച്ചു നല്ല ഉറക്കമായി. ഇന്ന് ഒത്തിരി ലേറ്റായിട്ട്, ഇന്നിപ്പോൾ ഓൾറെഡി 1 മണിയായി. ഇവരിന്ന് ഞാൻ പറഞ്ഞില്ലേ ലേറ്റായി, ഒത്തിരി ലേറ്റായി വരാനായിട്ട്. ഒരു 9:45 ഒക്കെ 10 മണി അടുപ്പിച്ചായി വരാനായിട്ട്. അപ്പം അത് കഴിഞ്ഞ്
പണ്ടത്തെ പോലെ തന്നെ എവിടെ പോയിട്ട് വന്നാലും വിശേഷം പറഞ്ഞിട്ടേ എടുക്കുള്ളൂ. അപ്പോൾ ഇന്ന് വന്നിട്ട് ഇന്ന് ധ്യാനത്തിന് പോയിട്ടുള്ള ഇന്ന് രാവിലെ തൊട്ടുള്ള വിശേഷങ്ങൾ, അവിടുത്തെ ഭക്ഷണങ്ങൾ എല്ലാം പറഞ്ഞ് കഴിഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ലേറ്റായി. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നല്ല ഫുഡാണെന്നൊക്കെ പറഞ്ഞു, നല്ല നാടൻ ഭക്ഷണമാണ്. ധ്യാനത്തിനേക്കാളും അവർക്ക് ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഫുഡാണെന്ന് തോന്നുന്നുണ്ട്. അല്ലേ, ധ്യാനം നല്ലതായിരുന്നു, കുമ്പസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞത് ഇപ്പോൾ കുറച്ച് മുമ്പ് അവർ കയറി. പാച്ചുവിനാണെങ്കിൽ പാച്ചു പിന്നെ ഇവർ നേരത്തോടെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തോമും പാച്ചു ഒരുമിച്ചാണ് കുളിച്ചത്. എനിക്ക് നല്ല സുഖമായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ രണ്ടുപേരും ഒരുമിച്ച് നോക്കാനായിട്ട്. ഞാൻ മാത്രം നോക്കുകയല്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ശരിക്കും ഞാനത് ആസ്വദിക്കുന്നുണ്ട്, രണ്ട് മക്കളെ വളർത്തുന്ന പോലെ. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ഇന്ന് പാച്ചുവിൻ്റെ കുളി നേരത്തെ കഴിഞ്ഞു, കുളിച്ചിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. അപ്പം അങ്ങനെ പിന്നെ ഇവരുടെ കുറുമ്പൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണല്ലോ, നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമുക്കും ഭ്രാന്ത് വരും എന്ന് മാത്രം. പിന്നെ നമ്മൾ ഇടയിൽ ഇങ്ങനെ നോക്കി നിൽക്കണം, ഏത് സമയത്താണ് അപകടം വരാമെന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസവും കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ ക്ലാസ് ഇല്ല. നാളെ എങ്ങനെയാണാവോ, നാളെ 2 പേര് ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എൻഗേജ്ഡ് ആക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ അതൊക്കെയാണ് പരിപാടി. നാളത്തേക്ക് ദോശയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, ബ്രേക്ക്ഫാസ്റ്റ്. ഞാനൊക്കെ തലേന്നേ മനസ്സിൽ റെഡിയാക്കി വെക്കും കേട്ടോ. ഇഡ്ഡലി മാവ് അരച്ചതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ ദോശയും ചമ്മന്തിയുമാണ്. ദോശയും ചമ്മന്തിയും ഉച്ചത്തേക്കുള്ള ഇത് നമ്മുടെ അയലക്കറി ഇന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഉപ്പേരി, ഞാൻ കടല വെള്ളത്തിലിട്ടുണ്ടല്ലോ, കടലുപ്പേരി. ഫുൾ നാളേക്കുള്ള ഫുൾ മീൽ പ്ലാൻ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പം ഡോൺ ചേട്ടനും ഡിവൈനും എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പേർക്കുള്ള ഭക്ഷണം മതി. അപ്പം അങ്ങനെ ഇത് മമ്മി അപ്പുറത്ത് വോയിസ് ഓവറൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇനി ഇതിലേക്ക് കിടക്കാൻ പോവാണ്, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഹോം വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കുറേ പേരിങ്ങനെ മെസ്സേജ് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ വളരെ സന്തോഷം. എനിക്ക് ആർക്കും റിപ്ലൈ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. ഞാനിപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവുമല്ലോ, നല്ല ബിസിയായിരുന്നു. അപ്പോൾ ഇരുന്നിട്ട് റിപ്ലൈ തരാനുള്ള ഒരു സാവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും വീഡിയോ എടുക്കുന്നതിൻ്റെ വീഡിയോയിൽ എനിക്ക് മുഴുവൻ ഞാൻ പറഞ്ഞില്ലേ, എനിക്കങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക, എനിക്ക് അങ്ങനെ പരിചയമില്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട് എടുക്കാനായിട്ട്. ഓർമ്മ വരുമ്പോഴാണ് ഞാൻ വേഗം പോയിട്ട് ഷൂട്ട് ചെയ്യുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് റിപ്ലൈ തരാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. സമയം കിട്ടുമ്പോൾ എല്ലാവർക്കും റിപ്ലൈ തരാം, കമൻറ്റും ലൈക്കും തരാം. അപ്പോൾ നിങ്ങളതൊരു പരിഭവം വിചാരിക്കരുത് കേട്ടോ. കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ കമൻസ് വായിക്കാറുണ്ട്, റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ട് അല്ലെങ്കിൽ ഓരോ കമൻറ്റും, നിങ്ങൾ പറയുന്ന ഓരോ പോസിറ്റീവ് കാര്യങ്ങളും, ഈവൻ ക്രിറ്റിസിസം ആണെങ്കിലും സജഷൻ ആണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അത് കാണുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാ സപ്പോർട്ടും തുടരുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ, നാളെ കാണാം.